പ്രജിതേ, ഇറാനെ ഇപ്പോൾ ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട്, തിരിച്ച് ഇറാനും ആക്രമിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ഇറാൻ ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രയേലിൽ നിന്ന് പ്രതീക്ഷിച്ചല്ലേ? പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം, പക്ഷെ അത് ഈ സമയത്ത് നടക്കുമോ എന്നുള്ളത് സമയം അത്ര തിട്ടം ഉണ്ടായിരുന്നില്ല, നിശ്ചയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 8 മാസം മുമ്പ് ഈ വിഷയം, ഈ പ്രത്യാക്രമണങ്ങളൊക്കെ നടക്കുമെന്നുള്ളതാണ് എല്ലാവരും തന്നെ, ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് കണക്ക് കൂട്ടിയിരുന്ന ഒരു സമയം ഇതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും നീണ്ടുപോയി പിന്നീട് പെട്ടെന്ന് മെയ് 25-ന് IAEA സ്റ്റേറ്റ്മെന്റ് വരുന്നു. ഇതെല്ലാം മനസ്സിലാക്കുന്നു. ട്രംപ് പറയുന്നു ആക്രമിക്കാൻ സാധ്യതയുണ്ടോ മക്കളെ, നിങ്ങൾ കരുതിയിരുന്നു, ഇല്ലെങ്കിൽ പണി കിട്ടും, 8-ന്റെ ആയിരിക്കും പണി കിട്ടുന്നത്, ഞങ്ങൾ കൂടെ ഉണ്ടാവുകയും ചെയ്യും, ഞങ്ങൾ അവരുടെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യും എന്നുള്ളത് പറയുന്നു. അതെ, അത് ഈ പറയുന്ന കുത്തിത്തീർപ്പ്, ഈ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തിയും അത്ര സംശുദ്ധിയുള്ള പ്രവൃത്തിയൊന്നും അല്ലല്ലോ. അത് ലോകത്തിന് മൊത്തം ഒരു 10 അണുബോംബ് ഉണ്ടാക്കി സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ രാജ്യങ്ങളും, ഇപ്പൊ ഈ സപ്പോർട്ട് ചെയ്യണ ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇറാനുമായിട്ടൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇറാൻ കൊണ്ടുപോയി അവിടെ അണുബോംബ് ഇട്ട് കഴിഞ്ഞാൽ ഇവരെന്തോ ചെയ്യും. കാരണം വളരെ എന്താ പറയുക, സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു തലവന്മാരാണ്, മതഭ്രാന്ത് അതൊക്കെ ആയിട്ട് തലക്ക് പിടിച്ചിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ ഇറാൻ്റെതായ രീതിയിൽ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു. ഇതുമേൽ ചർച്ച നടക്കുന്നു. ഈ ഞായറാഴ്ച, അതായത് നാളെ അടുത്ത ചർച്ച നടക്കാനിരിക്കുകയാണ്. അടുത്ത ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് ഒരുവിധപ്പെട്ട മാധ്യമങ്ങൾ എല്ലാവരും പറയുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇത്രയും വട്ട ചർച്ച നടത്തിയിട്ടും ഇറാൻ വഴങ്ങുന്നില്ല എന്നുള്ളത് ഈ പറയുന്ന മറ്റൊരു കാര്യമാണ്. അത് അമേരിക്കയ്ക്ക് അറിയാം. നമുക്ക് ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ അറിയാം അവര് തല താഴ്ത്തോ, അല്ലെങ്കിൽ അവരനുനയത്തിലേക്ക് കോംപ്രമൈസിലേക്ക് വരുമോ അതോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവൂലോ. അപ്പൊ ഇത്രയും വട്ട ചർച്ചകൾ, 6ാം വട്ട ചർച്ചയാണ് തോന്നുന്നു നാളെ നടക്കാനിരുന്നത്. 6ാം വട്ട ചർച്ച നടക്കാൻ 5 വട്ട ചർച്ച നടത്തിയിട്ട് നടക്കില്ല എന്ന് പറയുന്നു. IAEA അടുത്ത് പറയുന്നു ഞങ്ങൾ 3ാമതൊരു ആണവ പ്ലാന്റ് കൂടി തുടങ്ങുമെന്ന് അവരോട് പറയുന്നു. പഴയ സെൻട്രിഫ്യൂജുകളൊക്കെ പുതുക്കുമെന്നും പറയുന്നു. അപ്പൊ അതൊരു തൻപോരിമയല്ലേ? അതെ, ഒരു ലോകരാജ്യം, ഒരു ലോകരാജ്യം അത് മറ്റുള്ളവർക്ക് ഭീഷണിയാവുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് ചെയ്യുമ്പോൾ പറയാം, നിങ്ങൾ അത്രത്തോളം ചെയ്യരുത്, അത് പരിമിതപ്പെടുത്തണം. പരിമിതപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, ഞങ്ങൾ ഇങ്ങനെ കൂടി ചെയ്യും, ഒരു പടി കൂടി അല്ലെങ്കിൽ 2 പടി കൂടി ചാടിക്കടന്നുകൊണ്ടുള്ള ഒരു മറുപടി പറയുന്നു. ആ മറുപടി UN അറിയിക്കുന്നു. ഈ IAEA അറിയിക്കുകയാണ് US-നെയും. US-നെ അറിയിക്കുന്ന US ഇസ്രായേലിനെ ഓട്ടോമാറ്റിക്കലി അറിയിച്ചിട്ടുണ്ടാകാം. അതിനു മുമ്പ് നമ്മൾ മെയ് 25-ന് IAEA ഒരു ഇത് വന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇവർക്ക് എതിരെ നടപടി എന്ന് പറയാൻ പറ്റില്ല, ഇസ്രായേൽ ആക്രമണം നടത്തുമെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം. കാരണം ഇസ്രായേലിന് നേരെ ഈ ഹൂത്തികളുടെയും ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെയും ഒക്കെ ആക്രമണത്തിന് ഇങ്ങനെ പിന്താങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇറാനാണ്. അപ്പൊ ആ ഇറാൻ എന്തെല്ലാം ഇവർക്ക് നേരെ ചെയ്യും എന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. അതെ, അപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇതൊക്കെ ഉണ്ടാകുമെന്ന് കരുതിയത്. ലെബനനിലുള്ള ഹിസ്ബുള്ള താവളങ്ങളിലേക്ക് അന്ന് ഇസ്രായേൽ കരയാക്രമണം ആക്രമിച്ചതിനെ തുടർന്ന് ഇസ്രായേലിലേക്ക് ഇറാനും മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഹിസ്ബുള്ളയോടാണ് അടിച്ചത്. ഹിസ്ബുള്ളയെ ഇസ്രായേൽ അടിക്കുമ്പോൾ എന്തിനാണ് ഇറാന് നോവുന്നത്? ശരിയാണ് അല്ലേ? അത് നോവേണ്ട കാര്യമില്ല. അപ്പോൾ പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സൈന്യങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ തുടങ്ങുന്നത്. അപ്പൊ ഈ നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് വരാം. ഈ ഞായറാഴ്ച ടെഹ്റാനും വാഷിങ്ടണും തമ്മിൽ, അതായത് ഇസ്രായേലല്ല അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടക്കാനിരിക്കുന്നു. ആ ചർച്ചയ്ക്ക് കാതോർത്തിരിക്കുക, എന്തായിരിക്കും വരാൻ പോകുന്നത്, ഇറാന്റെ നിലപാട് എന്തായിരിക്കും, മയപ്പെടുമോ? ശരിക്കും പറഞ്ഞാൽ ട്രംപ് കൃത്യമായ വാണിംഗ് ആണ് നൽകിയത്.
ട്രംപ് കൃത്യമായിട്ട് വാർണിംഗ് നൽകി. എന്നിട്ടും അയയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ അവർ എന്താ പറയാ, അവരത് തിരിച്ചടിക്കാൻ ഒരുങ്ങി, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു ദുഷ്ടലാക്കുണ്ട് എന്ന് തന്നെ നമ്മളത് അത് മാത്രമല്ല, അവരുടെ മനസ്സിൽ ഒരു ദുഷ്ടലാക്കുണ്ടാകും. പരിമിതപ്പെടുത്തുമ്പോൾ ഇവർ പറയുന്ന ആവശ്യം നടക്കാതെ വരും. ഇപ്പൊ തന്നെ 45% യുറേനിയമാണ് സമഷ്ടികരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോ ഈ പറയുന്നത് പോലെ അവരുടെ US-ൽ നിന്ന് റോൺ ഡാർമർ എന്ന് പറയുന്ന അവരുടെ മേധാവിയും മൊസാദിന്റെ മേധാവി ഡേവിഡ് ബാർണിയും ഒക്കെ US പ്രത്യേക പ്രതിനിധി ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫുമായിട്ടൊക്കെ ചർച്ചകൾക്ക് പുറപ്പെടാനിരിക്കുന്നു. അപ്പോഴും ഇസ്രായേലിന്റെ നിലപാട് അവിടെ വ്യക്തമായിരുന്നു, ഇറാന്റെ നിലപാടും വ്യക്തമാണ്. അപ്പൊ ഈ കൂടിക്കാഴ്ചയൊക്കെ ഞായറാഴ്ച നടക്കാനിരിക്കുന്നത് എല്ലാവരും വിചാരിച്ചു ഈ കൂടിക്കാഴ്ച കഴിയാതെ ഇസ്രായേൽ ഒന്നും ചെയ്യില്ല എന്നാണോ വിചാരിച്ചത്. പക്ഷെ ഇസ്രായേൽ അത് എന്താ പറയാ, മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കണ്ടു. ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ധരിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു, അതായത് ഇസ്രായേലി പ്രസിഡന്റ്, അങ്ങ് ക്ഷമയോടെ ഇരിക്കും. കാരണം അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം നടക്കാനിരിക്കുന്നു. അതെ, മകന്റെ വിവാഹം നടക്കാനിരിക്കുന്നു. അപ്പോ സ്വാഭാവികമായും ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ സമാധാന ബുദ്ധിയോടെ ഇരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ അതെ, അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും ഇസ്രായേല് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അപ്പോ ഈ പറയുന്നത് പോലെ നെതന്യാഹുവിന്റെ മകൻ അവ്നറിന്റെ വിവാഹം അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സമരത്തിലേക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്ട്രൈക്കിലേക്ക്, ആക്രമണത്തിലേക്ക് ഇവർ പോവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ വ്യാഴാഴ്ച ടെൽ അവീവിന് കിഴക്കുള്ള കിബിറ്റ്സ് യാക്കുമിലെ ഉയർന്ന നിലവാര ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അവരുടെ ഒരു ഹാള്, ഇവൻ ഹാളിന് ചുറ്റും 100 മീറ്റർ, അതായത് 109 യാർഡ് ചുറ്റളവിൽ പോലീസ് ഇരുമ്പ് റോഡ് ബ്ലോക്കുകളും മുള്ളുവേലികളും ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇൻ കേസ് ഇറാനിൽ നിന്നൊരു ഇത് വന്നാലും അല്ലാതെയും അവർക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കുക. ആ പ്രൊട്ടക്ഷൻ ഉള്ള കാര്യങ്ങൾ വരെ ഒരുക്കി ആ വിവാഹത്തിനായിട്ട് ഇസ്രായേൽ കാത്തിരിക്കുന്നു. അതെ, അതുകൊണ്ട് ഇസ്രായേൽ ഈ പറയുന്നത് പോലെ ചെയ്യില്ല. പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ മകന്റെ വിവാഹം, അപ്പൊ പ്രസിഡന്റ് എങ്ങനെയാണ് യുദ്ധത്തിന് സമയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് ഈ നെതന്യാഹു ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. മകന്റെ കല്യാണമൊക്കെ സൈഡിലിരിക്കും. അതൊക്കെ സൈഡില് മക്കളെ, പണി വരുന്നത് വാങ്ങിച്ചോളൂ എന്നുള്ളതാണ്, ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നെതന്യാഹു പറഞ്ഞത്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടും US-ന്റെ പിന്തുണയും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് എല്ലാവരും വിചാരിച്ചത്. ഈ പറയുന്നത് പോലെ എന്താണ്, ഇസ്രായേൽ പെട്ടെന്ന് എടുത്തടിച്ച് ഈ ആഴ്ചയും കൂടി കഴിഞ്ഞിട്ടേ ഉണ്ടാകുള്ളൂ എന്നുള്ള ധാരണയിൽ ഇറാൻ ഇരുന്നത്. ഇറാൻ അത്രമേൽ അലർട്ടായിരുന്നില്ല. ഇറാനും ഒരുപക്ഷെ ഇത്തരം വിവരങ്ങളൊക്കെ ലഭ്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അലേർട്ടായിട്ട് ഇരുന്നിട്ടില്ല. അതുകൊണ്ടാണ് നദാൻസിലേക്ക് കയറി അടിക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയത്.